മരണം മാടി വിളിക്കുമ്പോൾ 68-ാം സങ്കീർത്തനം 1 മുതൽ 20 വരെ. ചിന്തയ്ക്കായിട്ട് 20-ാം വാക്യം. ദൈവം നമുക്ക് ഉദാഹരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളത് തന്നെ. വാഷിങ്ടൺ സ്ട്രീറ്റിൽ ജലവിതരണത്തിനുള്ള പൈപ്പ് വിളക്കി യോജിപ്പിക്കുന്ന പണിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ജാക്ക്. 10 അടി താഴ്ചയുള്ള കിടങ്ങിലാണ് പൈപ്പിടുന്നത്. സമയം 4 മണിയായി. ജാക്ക് കിടങ്ങിലിറങ്ങി പൈപ്പിൻ്റെ അകവും പുറവും വിളക്കി യോജിപ്പിക്കണം. ജാക്ക് 36 ഇഞ്ച് വ്യാസമുള്ള ആ പൈപ്പിൻ്റെ ഉള്ളിൽ ഇഴഞ്ഞു കയറി ആ പണി ചെയ്തു. പിന്നീട് പുറത്തിറങ്ങി പുറത്തെ പണി ചെയ്യുകയായിരുന്നു. സമയം 4:30. പണി പകുതിയായി കാണും. ഇടയ്ക്ക് അയാൾ കാലൊന്ന് നിവർക്കുന്നതിനായി എഴുന്നേറ്റു. പെട്ടെന്ന് മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞു വീണു. ജാക്ക് പൈപ്പിന് മുകളിലേക്ക് മുഖമിടിച്ചു വീണു. ടൺ കണക്കിന് മണ്ണ് അയാളുടെ പുറത്തും വശങ്ങളിലും വീണ് നിറഞ്ഞു. മണ്ണിനടിയിൽ മുട്ടുകുത്തിയിരിക്കുന്ന പോലെയാണ് അയാൾ ഇരുന്നത്. ചതഞ്ഞ മൂക്കിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. മണ്ണിനടിയിൽ കിടന്നുകൊണ്ട് 2-3 വട്ടം വിളിച്ചു കൂവി നോക്കി. പക്ഷേ ആര് കേൾക്കും? വളരെ പണിപ്പെട്ടാണ് ശ്വാസം വലിക്കുന്നത്. അയാൾ കണ്ണു തുറന്നു നോക്കി. ഭയങ്കരമായി ഇരുട്ട്. മരണം തന്നെ മാടി വിളിക്കുന്നതായി ജാക്കിന് തോന്നി. വലത്തെ കൈപ്പത്തി മണ്ണിന് പുറത്തായിരുന്നു. വിരലുകൾ അനക്കാമായിരുന്നു. എങ്കിലും മണ്ണിൻ്റെ ഭാരം മൂലം ശരീരം അനക്കാൻ കഴിഞ്ഞില്ല. ദൈവമേ, ആരെയെങ്കിലും അയക്കണമേ, ആരെയെങ്കിലും എന്ന് മാത്രം ജാക്ക് പ്രാർത്ഥിച്ചു. പിന്നെയും ആ 3 വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ജാക്കിൻ്റെ അസിസ്റ്റൻ്റ് വിറ്റാക്കർ വൈകുന്നേരം പണി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു. എന്തോ ഒരു പന്തികേടുണ്ട് എന്ന വിചാരം അയാളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. ജാക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്തുകൂടി പോകുന്നത് വളഞ്ഞ വഴിയാണ്. അതുകൊണ്ട് നേരെ പോകാൻ തന്നെ അയാൾ തീരുമാനിച്ചു. പക്ഷേ മനസ്സ് സമ്മതിക്കുന്നില്ല. അജ്ഞാതമായ ഏതോ ഒരു ശക്തിയുടെ പ്രേരണ. എന്തായാലും വിറ്റാക്കർ വളഞ്ഞ വഴിയിലേക്ക് തന്നെ വണ്ടി വിട്ടു. ജാക്ക് ജോലി ചെയ്തിരുന്ന കിടങ്ങിനടുത്ത് കിടന്നിരുന്ന ഒരു ട്രക്കിൻ്റെ എൻജിൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് വിറ്റാക്കറുടെ ശ്രദ്ധയിൽപ്പെട്ടത് യാദൃശ്ചികമായിട്ടായിരുന്നു. അദ്ദേഹം ഇറങ്ങിച്ചെന്ന് നോക്കി. അസാധാരണമായിട്ടൊന്നുമില്ല. ആരെങ്കിലും ആ കിടങ്ങിനുള്ളിലുള്ള പൈപ്പിനകത്ത് ജോലി ചെയ്ത് കൊണ്ടിരിക്കുകയായിരിക്കണം. അയാൾ പോകാൻ ഭാവിച്ചു. വീണ്ടും ഒന്നുകൂടി നോക്കി. അതാ ഒരു മനുഷ്യൻ്റെ കൈപ്പത്തി കാണുന്നു. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കിടങ്ങിലേക്ക് ചാടി. കൈക്കൊണ്ട് മാന്തിയിട്ട് മണ്ണ് നീങ്ങുന്നില്ല. പെട്ടെന്ന് കരയ്ക്ക് കയറി ആളുകളെ വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ജാക്കിനെ മണ്ണിനടിയിൽ നിന്ന് വലിച്ചെടുത്തു. ദൈവം തന്നെ കൈവിട്ടോ എന്ന് സംശയിക്കാവുന്ന സാഹചര്യത്തിൽ ജീവനും മരണവുമായി മല്ലയുദ്ധം നടത്തുന്ന സന്ദർഭത്തിലാണ് ആരെയെങ്കിലും അയക്കണേ, ആരെയെങ്കിലും എന്നുള്ള പ്രാർത്ഥന ജാക്ക് ആവർത്തിച്ചു കൊണ്ടിരുന്നത്. മരണത്തിൻ്റെ വാതിലിൽ കാല് കുത്തുന്നത് വരെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച ജാക്കിനെ ദൈവം കൈവിട്ടില്ല. ദൈവത്തെ മുറുകെ പിടിക്കുന്നവരെ അവിടുന്ന് ഒരിക്കലും കൈവിടുകയില്ലെന്ന് ഈ സംഭവകഥ തെളിയിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ദൈവം നമ്മെ അത്ഭുതകരമായി രക്ഷിച്ചിട്ടുള്ള അനവധി അനുഭവങ്ങൾ പറയാനുണ്ടാവുമല്ലോ. പിന്നെ നാം എന്തിന് ഭയപ്പെടണം? ഓർക്കണമേ, ജീവിതം അവസാനിക്കുമല്ലോ എന്ന ചിന്തയല്ല, ഇതുവരെ ജീവിക്കാൻ ആരംഭിച്ചിട്ടില്ലല്ലോ എന്ന ചിന്തയാണ് നമ്മെ ഭയപ്പെടുത്തേണ്ടത്. യോഹന്നാൻ 11:25. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.